എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഗോപാലകൃഷ്ണനെ പരിശോധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഡോക്ടർ. ശാരദാമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു, ആളിൻ്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണെന്നും പറയുന്നു. അതിനുശേഷം നഴ്സ് ബില്ല് കൊടുക്കുകയാണ് ശാരദാമ്മയ്ക്ക്. അന്നേരം ശാരിക അത് നോക്കിയിട്ട് അയ്യോ ഇത്രയും വലിയ തുകയോ എന്ന് പറയുന്നു. എനി പ്രോബ്ലം എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് വലിയ കാശൊന്നും ഇല്ല. അന്നേരം ഡോക്ടർ പറയുകയാണ് ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ക്യാഷ് അടച്ചാൽ മാത്രമേ ചികിത്സ തുടങ്ങുകയുള്ളൂ. പണം കൈവശമുള്ള ആരെയെങ്കിലും വിളിച്ചു വരുത്താൻ നോക്ക്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വൈകുന്ന ഓരോ നിമിഷവും ആപത്തുള്ളതാണെന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞു പോവുകയാണ് ഡോക്ടർ. അതിനുശേഷം റിസപ്ഷനിലേക്ക് ബില്ല് കൊണ്ട് ചെന്നിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് എൻ്റെ കാതിൽ കിടക്കുന്നത് സ്വർണ്ണ കമ്മലാണ്, അതിവിടെ പണയമായിട്ടോ വിലയ്ക്കോ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം റിസപ്ഷനിസ്റ്റ് പറയുകയാണ് ഇതൊരു സ്വർണ്ണപ്പണയം എടുക്കുന്ന സ്ഥാപനമല്ല, ക്യാഷ് ഉണ്ടെങ്കിൽ തന്നാൽ അടയ്ക്കാം. ശാരദാമ്മയുടെ സംസാരമൊക്കെ കേട്ട് അവിടേക്ക് വരികയാണ് സൂപ്രണ്ട്. അന്നേരം റിസപ്ഷനിസ്റ്റ് പറയുന്നു ഇത് ഞങ്ങളുടെ സൂപ്രണ്ടാണ്, ഒന്ന് സംസാരിച്ച് നോക്കുന്നത്. എൻ്റെ താലി അറ്റുപോകാതിരിക്കാൻ സാറൊന്ന് സഹായിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ജീവനാണ് വലുത്, എൻ്റെ ഈ കമ്മൽ പണയമായിട്ടെടുത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നൊക്കെ സൂപ്രണ്ടിനോട് കരഞ്ഞു പറയുന്നു ശാരദാമ്മ. ശാരദാമ്മയുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് മനസ്സലിഞ്ഞ സൂപ്രണ്ട് റിസപ്ഷനിസ്റ്റോട് പറയുകയാണ് ഇവരുടെ സ്വർണം വാങ്ങി വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറയ്, ക്യാഷ് കൊണ്ടുവരുമ്പോൾ തിരികെ കൊടുത്താൽ മതി. അന്നേരം നന്ദി പറയുകയാണ് സൂപ്രണ്ടിന് ശാരദാമ്മ. കമ്മൽ വാങ്ങിവെച്ച ശേഷം റിസപ്ഷനിസ്റ്റ് ശാരദാമ്മയെ കൊണ്ട് സമ്മതപത്രം ഒപ്പിടിപ്പിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരി വീട്ടിൽ ഗോപാലകൃഷ്ണനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇതെവിടെ പോയി കിടക്കുന്നു എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നു രാജേശ്വരി. അതിനുശേഷം ഗോപാലകൃഷ്ണനെ പരിശോധിച്ച ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ബ്ലഡ് കുറേയധികം പോയിട്ടുണ്ട്, ബ്ലഡ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് ശാരിക ചോദിക്കുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടായില്ലേ, ആരെയെങ്കിലും വിളിച്ചു വരുത്തി ബ്ലഡ് എടുക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ശാരിക ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ O നെഗറ്റീവ് എന്ന് പറയുകയാണ്. ശാരിക പറയുകയാണ് എൻ്റെയും അമ്മയുടെയും O നെഗറ്റീവാണ്, എങ്കിൽ നിങ്ങൾ തന്നെ തന്നാൽ മതി എന്ന് ഡോക്ടർ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് എൻ്റെ ചോര കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ കഴിയുമെങ്കിൽ എത്ര വേണമെങ്കിലും സാർ എടുത്തോളൂ. അതിനുശേഷം നഴ്സിനോട് അവരെ ബ്ലഡ് ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു ഡോക്ടർ. അതേസമയം കുറേ നേരമായിട്ടും വരാത്ത ഗോപാലകൃഷ്ണനെ ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി. നഴ്സ് അന്നേരം ഫോൺ എടുക്കുന്നു. ആരാടി നീ, എൻ്റെ ഗോപാലേട്ടൻ്റെ ഫോണല്ലേ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ നഴ്സ് പറയുകയാണ് അതെ, അയാളുടെ ആക്സിഡൻ്റായി ഇവിടെ ഹോസ്പിറ്റലിലാണ്. എന്ത് ആക്സിഡൻ്റ് എന്ന് കരഞ്ഞുകൊണ്ട് രാജേശ്വരി തിരക്കുമ്പോൾ നഴ്സ് പറയുകയാണ് കാർ ആക്സിഡൻ്റ് ആയതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ നഴ്സ് പറയുകയാണ് അല്പം സീരിയസ് ആണ്, പറയാറൊന്നും ആയിട്ടില്ല. പിന്നീട് ഹോസ്പിറ്റൽ തിരക്കി അറിയുകയാണ് രാജേശ്വരി. നിങ്ങൾ ആരാണെന്ന് നഴ്സ് ചോദിക്കുമ്പോൾ ഭാര്യയാണെന്ന് രാജേശ്വരി പറയുന്നു. അന്നേരം നഴ്സ് പറയുകയാണ് ഓഹോ, ഭാര്യയാണെന്നും പറഞ്ഞ് വേറൊരു സ്ത്രീ ഇവിടെ സമ്മതപത്രം ഒപ്പിട്ട് തന്നല്ലോ. ഭാര്യയെന്നും പറഞ്ഞ് വേറൊരു സ്ത്രീയോ, ദൈവമേ ഇതാരാ എന്ന് ആലോചിക്കുകയാണ് രാജേശ്വരി. എന്നിട്ട് പറയുകയാണ് സിസ്റ്റർ ഞാൻ ദേ എത്തി. തുടർന്ന് ആശുപത്രിയിലെത്തുന്ന രാജേശ്വരി ശാരദാമ്മയെ കണ്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർ പറയുന്നു. എനിക്കിപ്പോൾ ഒന്ന് കാണാമോ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഷുവർ എന്ന് പറയുകയാണ് ഡോക്ടർ. അമ്മേ നമുക്കും കയറി കാണാം അമ്മയെന്നും പറഞ്ഞ് ശാരദയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് ശാരികയും. അതേസമയം അകത്തേക്ക് വന്ന രാജേശ്വരി ഗോപാലേട്ടന് എന്തു പറ്റിയതാണെന്ന് അറ്റൻഡറോട് തിരക്കുന്നുണ്ട്. ഒരു കാറ് തട്ടിയതാണെന്ന് രാജേശ്വരി പറയാൻ തുടങ്ങുമ്പോൾ ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. നിന്നെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്, ഇറങ്ങടി, ഇറങ്ങ് പുറത്തെന്ന് രാജേശ്വരി പറയുന്നു. അന്നേരം അറ്റൻഡർ ചോദിക്കുകയാണ് ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ ആരാണെന്ന്. അന്നേരം രാജേശ്വരി ഭാര്യയാണെന്ന് പറയുന്നു. അന്നേരം അറ്റൻഡർ പറയുകയാണ് ഭാര്യയാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീയാണല്ലോ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് തന്നത്. അതുതന്നെയാണ് പ്രശ്നം, ഏതോ ഒരു കാലത്ത് ഇവരീ മനുഷ്യന്റെ കൂടെ ജീവിച്ചിരുന്നു എന്ന് രാജേശ്വരി പറയുന്നു. ഇതൊക്കെ വാതിൽക്കൽ നിന്നും ശ്രദ്ധിക്കുകയാണ് ഡോക്ടർ. നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ പുറത്തു മതി, പേഷ്യൻറ്റിനെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറയാം, ഈ മനുഷ്യനിപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണം ഈ സ്ത്രീയാണെന്ന് ശാരദാമ്മയെ ചൂണ്ടി പറയുകയാണ് അറ്റൻഡർ. അതേസമയം എന്താ ഇവിടെയെന്നും പറഞ്ഞ് അകത്തേക്ക് വരികയാണ് ഡോക്ടർ. ഡോക്ടർ പറയുകയാണ് കാറിടിച്ച് അപകടാവസ്ഥയിൽ കിടന്ന ഇയാളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ അമ്മയും മകളും കൂടിയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ കണ്ണു തുറന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ കിടന്ന് ചോര വാർന്ന് മരിച്ചു പോയേനെ ഇയാളെന്നും ഡോക്ടർ പറയുന്നു. ഇവിടെ എത്തിയപ്പോൾ ട്രീറ്റ്മെന്റിന് പണമില്ലായിരുന്നു. ആ സമയത്ത് ഈ സ്ത്രീ സ്വന്തം കാതിലെ കമ്മലൂരി കൊടുത്തിട്ട്
ട്രീറ്റ്മെന്റിനായി സൂപ്രണ്ടിന്റെ കാല് പിടിച്ചുവെന്നും ഡോക്ടർ പറയുകയാണ്. അത് പുച്ഛിച്ച് രാജേശ്വരി നോക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, തീർന്നില്ല. ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ശരീരത്തിലെ ചോര ഊറ്റിക്കൊടുത്തത് ഈ അമ്മയും മകളുമാണ്. അങ്ങനെയുള്ള ഈ അമ്മയോടും മകളോടും നിങ്ങൾ മോശമായി പെരുമാറിയാൽ ദൈവം ക്ഷമിക്കില്ല. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഇവരിതൊക്കെ ചെയ്തത് ഒന്നും കാണാതെയല്ല, കൊള്ളലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. കൂടിപ്പോയാൽ 3 ഗ്രാം ഉണ്ടാകും ഇവരൂരിക്കൊടുത്ത കമ്മലിന്. ഇങ്ങേരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്. ആ 3 ഗ്രാം എറിഞ്ഞ് 30 പവൻ വീഴ്ത്താനാണ് ഇവരുടെ ഈ ശ്രമം മുഴുവൻ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയും ശാരികയും പരിഹസിക്കുകയാണ് രാജേശ്വരി. അന്നേരം 30 പവനോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതെ, പുര നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ മകളുടെ കല്യാണത്തിനായി 30 പവൻ തരുമോന്ന് ചോദിച്ച് ഇവര് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങേരുടെ കാല് പിടിച്ചിട്ടുണ്ട്. ഇവരുടെ ഉഡായിപ്പുകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അന്നേരം അതിന് സമ്മതിച്ചില്ല. അപ്പോഴാണ് അവസാനത്തെ അടവുമായി ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നത്. സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഇവർ തന്നെയായിരിക്കും ഗോപാലേട്ടനെ വണ്ടി ഇടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ എൻ്റെ സംശയമെന്നും രാജേശ്വരി പറയുന്നു. അത് കേട്ട് ഈശ്വരാന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. ഇവിടെ കിടക്കുന്നത് എൻ്റെ ഭർത്താവാണെങ്കിൽ സംസാരിക്കാനുള്ള അവകാശം എനിക്ക് തന്നെയാണ്. ഇറങ്ങടി രണ്ടാളും പുറത്തേക്കെന്ന് ശാരികയും ശാരദാമ്മയും നോക്കി പറയുകയാണ് രാജേശ്വരി. പിന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾ ഊരിക്കൊടുത്ത കമ്മലും കൂടി വാങ്ങിച്ചിട്ട് വേണം പോകാൻ. രാജേശ്വരിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ശാരദാമ്മയും ശാരികയും. അവർ പോകുന്നത് നോക്കിക്കിടക്കുന്ന ഗോപാലകൃഷ്ണനെ നോക്കി രാജേശ്വരി പറയുകയാണ്, ദേ കണ്ണീരിൻ്റെയും കമ്മലിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് ഇനി അവരുടെ അടുത്തേക്ക് പറ്റിക്കൂടാനാണ് ശ്രമമെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് ആക്സിഡൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ തന്നെ ധാരാളമാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ദേ നിങ്ങൾ ഒരുപാട് ഓവറാവുന്നു. ആദ്യം നിങ്ങളാണ് പുറത്തേക്ക് പോകേണ്ടത്. ഡോക്ടർ, ഇതെൻ്റെ ഭർത്താവാണെന്ന് രാജേശ്വരി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഭർത്താവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ള വീട്ടുപകരണമൊന്നും അല്ല. എബവ് ആൾ ഹീസ് മൈ പേഷ്യൻ്റ്. അയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അതിനുശേഷം രാജേശ്വരി മര്യാദയ്ക്ക് നിന്നോളാമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, മര്യാദയ്ക്ക് നിന്നോ, പക്ഷെ അത് പുറത്തായിരിക്കണം. അതിനുശേഷം രാജേശ്വരി അവിടെ നിന്നും പുറത്താക്കുകയാണ് ഡോക്ടർ. രാജേശ്വരി പോയ ശേഷം എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നു, കാർ ഇടിക്കാൻ വരുന്നത് കണ്ടില്ല. അന്നേരം ഡോക്ടർ പറയുകയാണ്, ഒരു മനുഷ്യ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് ഒരു രക്തരക്ഷസിനെ കല്യാണം കഴിക്കാൻ എന്തു പറ്റിയെന്നാണ് ഞാൻ ചോദിച്ചത്. കഷ്ടം എന്ന് പറഞ്ഞു പോവുകയാണ് ഡോക്ടർ. തുടർന്ന് വീട്ടിലേക്ക് എത്തുകയാണ് ശാരദാമ്മയും ശാരികയും. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, കൊള്ളാം, എപ്പോൾ പോയതാണ് നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്നും? നിങ്ങൾ വീണ്ടും കുഞ്ഞേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയാൻ തുടങ്ങുകയാണ്, അത് മോളെ ഞങ്ങൾ വരുന്ന വഴിയിൽ എന്ന് പറയുമ്പോഴേക്കും ശാരദാമ്മ പറയുന്നു, വേണ്ട, ഞങ്ങൾ കുറച്ച് താമസിച്ചു, അത്ര തന്നെ. ഇപ്പോൾ നിനക്കെന്താ വേണ്ടത്? പ്രശ്നം എനിക്കല്ല, നമ്മൾ 3 പേർക്കുമാണ്. രാജീവ് സാറിൻ്റെ അമ്മയും അമ്മാവനും ഇവിടെ വന്ന് കുറേ നേരം കാത്തിരുന്നു എന്ന് ശ്യാമ പറയുന്നു. പോയിട്ട് 1-2 തവണ ഫോൺ വിളിക്കുകയും ചെയ്തു. എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നും അവർ പറഞ്ഞു. എന്തത്യാവശ്യം? അതാ 30 പവന്റെ കാര്യം പറയാനായിരിക്കുമെന്ന് ശാരദാമ്മ പറയുന്നു. ആ രാജീവ് സാറിന്റെ മുഖം ഓർക്കുമ്പോഴാണ് ഇതങ്ങ് വിട്ടുകളയാനും തോന്നാത്തത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ഇനി വരുന്ന പോലെ വരട്ടെ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. നിങ്ങൾ വാ, വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിക്കുകയാണ് ശാരദാമ്മ. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ സങ്കടപ്പെടുന്നതൊക്കെ. ശാലിനി വിഷ്ണുവിനെ കല്യാണം കഴിച്ചതും എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഈ കല്യാണം നടന്നേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് ശാരിക. ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അമ്മയെ എന്തായാലും സഹായിച്ചേ പറ്റൂ. അതിനിപ്പോൾ എന്താ ഒരു വഴിയുള്ളത് എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നു ശാരിക. കുറെ ആലോചിച്ച ശേഷം ശാരിക കരുതുകയാണ്, എന്തായാലും രാജീവ് സാറിനെ വിളിച്ച് വിവരം പറയാം, അത് തന്നെയാണ് വഴി. സ്വന്തം അമ്മ സ്വർണം ചോദിച്ച കാര്യം രാജീവ് സാർ അറിഞ്ഞാൽ അത് തടയാൻ കഴിഞ്ഞാലോ? സാറിന് ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞ് രാജീവിനെ ഫോൺ ചെയ്യുകയാണ് ശാരിക. അതേസമയം രാജീവിന്റെ മുറിയിൽ ഫോൺ ബെൽ ചെയ്യുന്ന ശബ്ദം കേട്ട് വരികയാണ് വിജയലക്ഷ്മി. ഇവൻ ഇതുവരെ കുളിച്ചിറങ്ങിയില്ലെന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നു വിജയലക്ഷ്മി. ഇതാര്? ശാരികയോ? ഇവളെന്താ ഈ അസമയത്ത്? എന്തായാലും ഫോൺ എടുത്തു കളയാം, ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വിജയലക്ഷ്മി. ഫോൺ എടുത്ത് മിണ്ടാതെ നിൽക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാരിക പറയുകയാണ്, സോറി സാർ, വിളിച്ചതിന് ക്ഷമിക്കണം. ഈ അസമയത്ത് അർജന്റ് ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ വിളിക്കുന്ന കാര്യം എന്തായാലും സാറിൻ്റെ അമ്മ അറിയരുത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിത പ്രശ്നം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് മിണ്ടാതെ നിൽക്കുന്നു വിജയലക്ഷ്മി. എന്നിട്ട് ശാരിക പറയുകയാണ്, ആദ്യം നിശ്ചയത്തിന് മുമ്പ് തന്നെ സാറിൻ്റെ അമ്മ സ്ത്രീധനമായിട്ട് 30 പവൻ ചോദിച്ചിരുന്നു.
അന്ന് അമ്മയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ സ്വർണം അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതന്ന് അവർ തരുന്നതും സാറ് കണ്ടായിരുന്നല്ലോ. പക്ഷെ പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരത് തിരികെ വാങ്ങിക്കൊണ്ട് പോയി. ബാലചന്ദ്രനുമായിട്ടുള്ള ശാലിനിയുടെ കല്യാണം മുടങ്ങിയതുകൊണ്ട് അവരത് തിരികെ തരികയും ചെയ്യില്ല. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 30 പവൻ പോയിട്ട് 3 പവൻ പോലും ഇല്ല സാർ. ഇട്ടിരിക്കുന്നത് മുഴുവൻ മുക്കുപണ്ടങ്ങളാണ്. അതേ 30 പവൻ വീണ്ടും ചോദിച്ചിരിക്കുകയാണ് സാറിൻ്റെ അമ്മ. ഇതൊക്കെ കേട്ട് ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ് വിജയലക്ഷ്മി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്